അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേശ്യയായ ജാസ്മീൻ എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയെ മയ്യത്ത് കുളിപ്പിക്കാൻ നാട്ടുകാരൊക്കെ വന്ന സമയത്ത്, കുളിപ്പിക്കുന്ന സമയത്ത് അവിടുത്തെ സ്ത്രീകൾ കുളിപ്പിക്കുന്ന നേരം കണ്ട ചില ദൃശ്യങ്ങൾ, ഒരു മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ആ മയ്യത്തിൽ പ്രകടമാകുന്ന ദൃശ്യങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല എന്നാണ് പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നത്. എന്നാലും ഈ ഒരു ദൃശ്യം, ഈ കണ്ട ഒരു കാഴ്ച അറിയൽ വളരെ അത്യാവശ്യമാണ്. എന്തേന്ന് പറഞ്ഞാൽ, ഇതുകൊണ്ട് മറ്റു മുഅ്മിനീങ്ങൾക്ക് വലിയ ഒരു പാഠമുണ്ടാകും. കാരണം ഈ ജാസ്മീൻ എന്ന് പറയുന്ന ഇവരുടെ ഉമ്മ റംദ ഉമ്മയും ഇതുപോലെയാണ് അവസാനം ഒരു ലൈംഗിക രോഗത്തിൽ അകപ്പെട്ട് അവസാനം മരണപ്പെട്ട സംഭവം. അങ്ങനെ ആ പെൺകുട്ടിയെക്കുറിച്ച് റംദയെക്കുറിച്ച് നമുക്ക് നന്നായി അറിയാം. കാരണം ഈ അടുത്ത് വേശ്യകൾക്ക് വേണ്ടിയുള്ള നടന്ന സമരങ്ങളിലൊക്കെ മുൻപന്തിയിൽ നിന്നവളായിരുന്നു ഈ റംദ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താനുണ്ടായ കാരണം തന്നെ, ആദ്യം കല്യാണം കഴിഞ്ഞത് ഇതൊരു സംഭവം എന്തെങ്കിലും ഒന്ന് കെട്ടുകഥകൾ പറയുകയല്ല. ഒരു നടന്ന മയ്യത്ത് കുളിപ്പിച്ചവരോട് ഇപ്പോൾ പോയി തന്നെ ചോദിക്കാവുന്ന ഒരു വിഷയം കൂടിയാണ്. പിന്നെ മയ്യത്ത് കുളിപ്പിച്ചവർ ഒരിക്കലും അവിടുന്ന് ഉണ്ടാകുന്ന ചില ദൃശ്യങ്ങൾ ഒരിക്കലും പറഞ്ഞു പോകരുത്. എന്നാലും ചില ദൃശ്യങ്ങൾ പറയാം. എന്തുകൊണ്ടെന്നറിയോ? മറ്റു മുഅ്മിനീങ്ങൾക്ക് ഇതൊരു പാഠം ആകട്ടെ എന്ന രീതിയിൽ പറയാവുന്നതാണ്. ഇത് മറ്റു മുഅ്മിനീങ്ങൾക്ക് വലിയൊരു പാഠം ഇതിലുണ്ട് എന്ന ഒരു ഉദ്ദേശത്തിലാണ് പറയുന്നത്. അപ്പോൾ ഈ റംദ ഉമ്മ ആദ്യകാലത്ത് ഇതുപോലെ, കാരണം ഉമ്മാക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, മകൾ എന്നെപ്പോലെ ആകരുത്, ഇവൾക്ക് നല്ലൊരു വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം, ഇവളെ നന്നായി ജീവിക്കണം, എന്നെപ്പോലെ ഒരു വേശ്യയാകരുത് എന്നുള്ള നല്ലൊരു ഉത്തമ ബോധം ഉമ്മാക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി ഉമ്മ ഈ ഒരു വേല ചെയ്തുകൊണ്ട് അതിൽ കിട്ടുന്ന പണം കൊണ്ട് എൻ്റെ മകൾക്ക് നല്ലൊരു ഭർത്താവിനെ നോക്കി ജീവിതം നല്ല രീതിയിലാകണം എന്ന് ആ ഉമ്മക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അവസാനം ആ ഉമ്മ ഈ ലൈംഗിക രോഗത്തിനകപ്പെട്ട അവസാനം മരണപ്പെട്ടു പോയി. അള്ളാഹു പൊറുത്തു കൊടുക്കട്ടെ. അങ്ങനെ ഈ പെൺകുട്ടിയാണെങ്കിലോ നല്ല നിലയ്ക്ക് വിവാഹം കഴിച്ച സമയത്ത് ഭർത്താവ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. ഭർത്താവാണെങ്കിൽ അവളെ പല സിനിമയിൽ നടിപ്പിക്കാൻ വേണ്ടി പല പ്രയത്നങ്ങളും നടത്തി. പിന്നെ ഭർത്താവിൻ്റെ സ്വഭാവം ശരിയല്ല എന്ന് പെൺകുട്ടി തിരിച്ചറിഞ്ഞു. നിയമപരമായി തന്നെ ആ പെൺകുട്ടി ജാസ്മീന തൻ്റെ ഭർത്താവിനെ ഒഴിവാക്കി. പിന്നെ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാതെ വലിയ കഷ്ടപ്പാടായി. അപ്പോൾ പിന്നെ ജീവിക്കാൻ ഒരു വഴി എന്ന് പറയുന്നത് എൻ്റെ ഉമ്മയുടെ പാത പിന്തുടരുക എന്നല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് ജാസ്മീൻ വളരെ വ്യക്തമായി മനസ്സിലാക്കി. അവസാനം ജാസ്മീൻ വീണ്ടും ഉമ്മയുടെ ആ പാത തുടർന്നുകൊണ്ട് തൻ്റെ വേശ്യവൃത്തി തുടരുകയാണ്. അങ്ങനെ ഒരുപാട് പണം സമ്പാദിക്കുന്നു. ആരും അറിയാത്തൊരു സ്ഥലത്താണ് ഇവളെ ഇത്തരത്തിലുള്ള പരിപാടി നടത്തുന്നത്. കാരണം നാട്ടുകാരൊന്നും അറിയാൻ പാടില്ല എന്ന ഒരു ഉദ്ദേശം. അങ്ങനെ ഇവളുടെ ഈ അവസ്ഥ, പിന്നെ ഇവളെ നാട്ടിൽ വന്നപ്പോൾ അവിടേക്ക് വലിയ ഒരു ഖത്തീബ് ഉസ്താദ് അവിടെ നാട്ടിൽ വന്നു. നാട്ടുകാരൊക്കെ അവളെക്കുറിച്ച് ഉസ്താദിനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഉസ്താദിന് വലിയൊരു ആഗ്രഹമായിരുന്നു, ഞാൻ വന്ന മഹല്ലത്ത് എന്തെങ്കിലും ഒന്ന് ദീനിയായ ചൈതന്യം ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഈ ഒരു പെൺകുട്ടി നല്ല രീതിയിൽ കൊടന്നാൽ ഇവിടുത്തെ ഒരുപാട് ചെറുപ്പക്കാർ രക്ഷപ്പെടും. അപ്പോൾ ഇവളൊന്ന് നന്നാക്കിയെടുക്കണം, ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് എന്ന് ചിന്തിച്ച ഉസ്താദ് ആരും അറിയാതെ ഇവളുടെ വീട്ടിലേക്ക് പോയി ഉസ്താദ് അവളോട് ഉപദേശങ്ങൾ പറഞ്ഞു. കാരണം നോക്ക്, നിൻ്റെ ഉമ്മ ലൈംഗിക രോഗത്തിൽ പിടിപ്പെട്ട് മരണപ്പെട്ടു പോയി, അത്തരത്തിലുള്ള രോഗങ്ങൾ നിനക്കും വരൂലേ, അതുകൊണ്ട് പിന്നെ പരിശുദ്ധമായ ദീനിൻ്റെ കാര്യങ്ങളൊക്കെ ഉസ്താദ് കാര്യമായി അവളെ ബോധ്യപ്പെടുത്തിയെങ്കിലും അവൾ അത് ഉൾക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, ഉസ്താദെ, നിങ്ങൾ ഇവിടെ വന്നത് ആരെങ്കിലും അറിഞ്ഞാൽ നിങ്ങളുടെ പണിക്ക് വരെ ഇത് ബാധിക്കും, കാരണം നിങ്ങളെക്കുറിച്ച് മോശമായത് പറയും, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഉപദേശിക്കേണ്ട, എനിക്ക് ഈ അള്ളാഹ് ദീനെന്ന് പറഞ്ഞു വന്ന് എനിക്ക് മനസ്സിലാവില്ല, നിങ്ങൾ പോകുമെന്ന് ഉസ്താദിനോട് ആ പെൺകുട്ടി ഉപദേശിച്ചു. അങ്ങനെ ഉസ്താദ് വീണ്ടും വന്നു. എന്നാൽ ഉസ്താദ് വന്നിട്ട് പള്ളിയിൽ എപ്പോഴും അവളൊന്ന് ശരിയാക്കണം എന്നുള്ള ഒരു ചിന്ത ഉസ്താദിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വീണ്ടും ഒരു ദിവസം ഉസ്താദ് പോയി കാര്യമായി ദീനിയായ ബോധം നടത്തി. കാരണം ഇങ്ങനെ ഒരുപാട് സമ്പാദിച്ച് എന്ത് ചെയ്യാനാണ്, എന്ത് നേട്ടമാണ്? കാരണം മരിച്ചു പോയാൽ ഇതെല്ലാം ഒഴിവാ, പിന്നെ ശാശ്വതമായ ജീവിതമല്ലേ, ഇതുകൊണ്ട് ഒന്നും നേടാനില്ല.
അതുകൊണ്ട് ഇത് ഒഴിവാക്കി. ഇനി പെട്ടെന്ന് ലൈംഗികമായ രോഗങ്ങൾ പിടിപെട്ടാൽ പിന്നെ അതും അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഇങ്ങനെ പല നിലക്ക് നാട്ടുകാരൊക്കെ ഇവളെ പല സ്ഥലങ്ങളിലിരുന്നു, അവിടെ ഇവിടെ ഇരുന്ന് ഇവളെ തെറി പറയുകയാണെങ്കിൽ രാത്രിയായാൽ പലരും ഇവളെ അടുക്കൽ പോകുന്ന സംഭവങ്ങളാണ് ആ നാട്ടിലുണ്ടായത്. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് കോഴിക്കോടിലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഈ പെൺകുട്ടിയെ ഉപദേശിക്കാൻ പോയ ഉസ്താദിനെ അവിടുത്തെ നാട്ടുകാർ 2 പ്രാവശ്യം പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കമ്മിറ്റിയിൽ വലിയ ചർച്ചയായി. ഉസ്താദും അവിടെ പോകുന്നുണ്ട് എന്ന രീതിയിലായി. അങ്ങനെ ഉസ്താദ് പോകുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ നാട്ടുകാർ കമ്മിറ്റി യോഗം ചേർന്ന് ഉസ്താദിനെ അവിടുന്ന് പിരിച്ചുവിടാനുള്ള തീരുമാനമായി. അങ്ങനെ കാരണം ഉസ്താദിനെ കുറിച്ച് എല്ലാവർക്കും വലിയ ഇഷ്ടമാണെന്ന്. കാരണം എല്ലാ വിഷയത്തിലും അവിടുത്തെ നാട്ടിലൊരു സ്ഥായിയായ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അഫ്സൽ ഉസ്താദ് വലിയ പ്രയത്നം നടത്തിയാലാണ്. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തും ഇതൊന്നും ഒറ്റ തെറ്റ് കാണലോടുകൂടി പിന്നെ അതെല്ലാം മറന്നു പോകുമല്ലോ. അതെയാണ് ഉസ്താദിനോട് സംഭവിച്ചത്. ഉസ്താദ് കാര്യം ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്നെക്കൊണ്ട് ഇവിടെ ഒരു 2 വിഭാഗമായി ഒരു വിഭാഗം നിർത്തണമെന്നോ വേണ്ടത്. അങ്ങനെയൊന്നും, ഞാനൊരു അന്യനാണ്, ഞാൻ മറ്റൊരു നാട്ടിൽ നിന്ന് വന്നതാണ്, നിങ്ങൾ നാട്ടുകാരാണ്. അപ്പം എൻ്റെ ഒരു കാരണത്തിൽ നിങ്ങൾ പരസ്പരം ഭിന്നിക്കാൻ പാടില്ല, ഞാനിവിടെ നിന്ന് ഒഴിവായി പോകാം എന്ന് പറഞ്ഞു. ഉസ്താദ് പിന്നെ സ്വയം അവിടെ നിന്ന് ഒഴിവാവുകയും ഉസ്താദ് വേറെ മഹല്ല്, കാരണം കേരളത്തിൽ എത്രയോ മഹല്ലുകളുണ്ട്, അപ്പോൾ ഞാനെവിടെയെങ്കിലും പോയാലും എനിക്ക് ജോലി കിട്ടും, കാരണം എനിക്ക് മുത്തഅല്ലിമീങ്ങളുണ്ട്, എനിക്ക് എൻ്റെതായ സ്കിൽ, എൻ്റെതായ കഴിവിൽ ഞാൻ എവിടെ പോയാലും എനിക്ക് ജോലി ആരും നൽകും, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഒരു കാരണത്താൽ ഇവിടെ ഭിന്നിക്കരുത് എന്ന് പറഞ്ഞ് ഉസ്താദ് ആ നാട് വിട്ടുപോയി. പോയെങ്കിലോ ഉസ്താദ് ഈ പെൺകുട്ടിയെ നന്നാക്കണമെന്നുള്ള ഉദ്ദേശം ഉസ്താദിൻ്റെ മനസ്സിൽ വല്ലാണ്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുവേണ്ടി പല പ്രയത്നങ്ങളും ഉസ്താദ് ചെയ്തിരുന്നു. തൻ്റെ ഭാര്യ സുമയ്യയെ ഉപയോഗിച്ചും പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. കാരണം ആ ഒറ്റ പെണ്ണ് രക്ഷപ്പെടൽ കൊണ്ട് ആ നാട്ടിലെ ഒരുപാട് യുവാക്കൾ രക്ഷപ്പെടും. കാരണം ഇവൾ സ്വാലിഹത്താകളോട് കൂടി, അങ്ങനെയാണ് ഒരു പെൺകുട്ടി നാട്ടിൽ സ്വാലിഹത്തായാൽ മതി. അവൾ പ്രഭാഷകളാവണമെന്നില്ല, ഒരു ഉപദേഷ്ടാവാകണമെന്നില്ല. അവൾ സ്വാലിഹായി ജീവിച്ചാൽ അവൾ ആ ജീവിതം തന്നെ വലിയൊരു നസീഹത്താണ്. ആ ജീവിതം കണ്ട് തന്നെ ആളുകൾ അറിയാതെ അവർ സ്വാലിഹീങ്ങളായി പോകും. ഒരു പെണ്ണ് നാട്ടിൽ സ്വാലിഹാവുക എന്നുള്ളത് തന്നെ ആ വലിയ നസീഹത്ത് എന്നാണ്. അപ്പോൾ ആ സഹോദരിയെ ഒരുപാട് ഉപദേശിച്ച് നന്മയിലേക്ക് കൊണ്ടുവരണമെന്ന്, കാരണം ഒരു ചെറുപ്പക്കാരുടെ സമൂഹത്തെ തന്നെ ഇതിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് ഉസ്താദിൻ്റെ വലിയൊരു ചിന്തയായിരുന്നു. അവസാനം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കാണ് ഈ പെൺകുട്ടി മരണപ്പെട്ടു എന്നുള്ള വാർത്ത ഉസ്താദിനെ അറിയുന്നത്. അങ്ങനെ ഉസ്താദും ഉസ്താദിൻ്റെ ഭാര്യ സുമയ്യും 2 പേരും അവളുടെ മയ്യത്ത് കുളിപ്പിക്കാനെല്ലാം സജീവമായി പോകുന്നുണ്ട്. നാട്ടുകാരൊക്കെ അവിടെ അവർ ഒഫിയ ബിരുദെടുത്ത പെൺകുട്ടികളൊക്കെ വന്ന്, അതുപോലെ ഉസ്താദിൻ്റെ ഭാര്യ ഒഫിയ ബിരുദെടുത്ത പെൺകുട്ടിയായിരുന്നു, വന്ന് മയ്യത്ത് കുളിപ്പിക്കുന്ന നേരം അവിടെ ഉണ്ടായ സഹോദരിമാർ ആ മയ്യത്തിൻ്റെ ശരീരം കണ്ട് അത്ഭുതപ്പെട്ടു പോയി. കാരണം വളരെ മനോഹരമായ പ്രകാശത്താൽ തിളങ്ങുന്ന മുഖം, എന്തെന്നില്ലാത്തൊരു സുഗന്ധമാണ് ആ ശരീരത്തിൽ നിന്ന് വരുന്നത്. ഇവരമ്പരക്കുകയ നാട്ടുകാരൊക്കെ, ഇതെന്താണ് സംഭവം? കാരണം ഇത്ര വലിയൊരു വേശ്യയായ, കാരണം ആ മയ്യത്ത് കുളിപ്പിക്കാൻ ആ നാട്ടിലെ സഹോദരിമാർ പല മയ്യത്ത് കുളിപ്പിക്കാൻ പോയവരാണ്. പോയ സമയത്തൊക്കെ മയ്യത്തിൽ കണ്ടത് കാഷ്ടവും മൂത്രം ഇങ്ങനെ ബഹുലമായ മുഖവുമായിട്ടാണ് പല മയ്യത്തിൽ കണ്ടത്. എന്നാൽ ഇതങ്ങനെയല്ല, ഇതൊരു വ്യത്യസ്തമാണ്. വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ വലിയ ഒരു നല്ല മനോഹരമായൊരു സുഗന്ധം പോലെ അടിച്ചു വീശുന്നുണ്ട്. അതോടൊപ്പം മയ്യത്ത് നല്ല പ്രകാശിതമാണ്, നല്ല പുഞ്ചിരിയോട് കൂടി കിടന്നുറങ്ങുന്നത് പോലെ മയ്യത്തുണ്ട്. ഒരു നല്ല മയ്യത്തിൻ്റെ മരിക്കുമ്പോൾ ഒരു നല്ല സ്വാലിഹായ മയ്യത്തുണ്ടാകുന്ന എല്ലാ ലക്ഷണങ്ങളാണ് ഈ മയ്യത്തിൽ കാണുന്നത്. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി, ഇത് എന്താണ് ഇവൾക്ക് സംഭവിച്ചത്? ഇത്രയും നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ മോശക്കാരിയായ വേശ്യയായ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെയുള്ള മരണത എങ്ങനെ കിട്ടിയെന്ന് അവർ അത്ഭുതപ്പെട്ടു. അവസാനം ഇതിൻ്റെ രഹസ്യം അറിയണമെന്ന് അവർക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ അവളുടെ ഡെയിലിയിൽ ഇത് അവളുടെ ജീവിത അനുഭവം എഴുതിയിരുന്നു. അത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ട് അത് വായിച്ചു നോക്കുമ്പോഴാണ് അത്ഭുതപ്പെട്ടത്. കാരണം ഈ ഉസ്താദ് അവളെ ഉപദേശിച്ചപ്പോൾ ആദ്യം ഉസ്താദിനെ വിരട്ടിയെങ്കിലും പിന്നെ ഉസ്താദ് പറഞ്ഞ കാര്യത്തിന് ഗൗരവത്തിൽ ചിന്തിച്ചു. ഇനി ഏതായാലും ഞാനും വലിയ ലൈംഗിക രോഗിയായി അവസാനം ഈമാനില്ലാതെ നഷ്ടപ്പെട്ട എൻ്റെ ഉമ്മയുടെ ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പോയാലോ? അപ്പോൾ ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഇതേക്കുറിച്ച് ചിന്തിച്ച് അവസാനം ഉസ്താദിനോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? ഉസ്താദ് പറഞ്ഞ് നിസ്കാരം ദായിമയാക്കണം, നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ യൂട്യൂബിൽ ലിങ്കൊക്കെ അയച്ചു കൊടുത്ത് അത് കണ്ട് പഠിക്കുന്ന നിസ്കാരം. അങ്ങനെ നിസ്കാരമൊക്കെ പഠിച്ചു.
പിന്നെ അവളോട് പറഞ്ഞു, നിനക്ക് സമ്പത്തുണ്ടെങ്കിൽ സ്വതക്ക കൊടുക്കാം, എന്തെല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ധാരാളം സമയം സ്വലാത്തും ദിക്റും ധാരാളം ചൊല്ലെന്ന് പറഞ്ഞു. അവൾ ധാരാളം ചൊല്ലി ചൊല്ലി അവൾ പറയുകയാണ്, ആ മുമ്പുള്ള ജീവിതത്തിനേക്കാൾ വലിയ മനസ്സിന് റാഹത്തും സന്തോഷം ഉസ്താദിൻ്റെ ഉപദേശത്തിൻ്റെ ശേഷമുള്ള ജീവിതത്തിൽ വലിയ എനിക്ക് മാറ്റമുണ്ടായി എന്നൊക്കെ അവളുടെ ജീവിതത്തിൽ സന്തോഷം അതിൽ അവൾ എഴുതിയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ മാറ്റത്തിന് ഏറ്റവും വലിയ കാരണം എൻ്റെ ഉസ്താദാണ് എന്ന രീതിയിൽ സന്തോഷ വാക്കുകൾ അതിൽ എഴുതിയിരിക്കുന്നു. പിന്നെ അവളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായ നിസ്കാരവും അതുപോലെ നോമ്പും എല്ലാം കൃത്യമായി നിർവഹിക്കുകയും ദിക്ർ തസ്ബീഹ് ധാരാളം ചൊല്ലി ചൊല്ലി അവസാനം നല്ലൊരു രീതിയിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മുൻകാലങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട്. കാരണം നായക്ക് ഭക്ഷണം കൊടുത്ത ഒറ്റ കാരണം കൊണ്ട് സ്വർഗത്തിൽ പോയ കഥകളും അതുപോലെ പല കഥകളും നമുക്കറിയാം. കാരണം വ്യഭിചാരികളായ സ്വർഗത്തിൽ പോയതും. അപ്പോൾ നമ്മുടെ ദോഷങ്ങൾ അള്ളാഹുവിനോട് നാം ഇങ്ങനെ ഖേദിച്ച് മടങ്ങി അള്ളാഹുവിനോട് തൗബ ചെയ്ത് നല്ലൊരു ജീവിതം നയിച്ചാൽ തീർച്ചയായും അള്ളാഹു പാപങ്ങൾ പുറത്ത് സ്വർഗം നൽകും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.